നമ്മൾ ഫാമിലിയായിട്ട് മൂന്നാർക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ഫെസിലിറ്റീസ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള റൂംസ്, സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി, നല്ല ഫുഡ്, അത്യാവശ്യം നല്ല ആംബിയൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടീസ് തപ്പി നടക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു നല്ല പ്രീമിയം ലെവലിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും അതിൻ്റെ റേറ്റ് ഒരു 7,000-8,000 രൂപയിലേക്കൊക്കെ എത്തി നിൽക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത്ര ബഡ്ജറ്റ് കൊടുക്കാതെ നമ്മളുടെ നാവിഗേറ്ററിൻ്റെ വ്യൂവേഴ്സിന് മാത്രം സ്പെഷ്യലായിട്ട് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിൽ നമുക്കിന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ മൂന്നാറത്തെ ഒരു ഗംഭീര പ്രോപ്പർട്ടി ആയിട്ടാണ്. മൂന്നാറിലെ ആനച്ചാൽ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 6,300 രൂപ മുതൽ നമുക്കിവിടെ റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളുടെ വീഡിയോ കണ്ട് നമ്മളുടെ റിസർവേഷൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് 5,800 നമുക്ക് ഇവിടെ അതേ സെയിം കാറ്റഗറി റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും. 3 കാറ്റഗറി റൂംസാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും ഓരോ കാറ്റഗറിക്കും എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നുണ്ടെന്നും അതിൻ്റെ നോർമൽ പ്രൈസ് എന്താണെന്നും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ പ്രോപ്പർട്ടിക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് ഒക്കെ ഈ കാണുന്ന റിസപ്ഷൻ ഏരിയയിൽ വന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വരുന്നത്. പിറ്റേ ദിവസം 11 മണിക്ക് ചെക്കൗട്ടും വരുന്നുണ്ട്. കൂടാതെ ഈ റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ലോബി നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഇരുന്നാലും ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു സൗണ്ട് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക ഫ്രഷ്നെസ്സാണ്. ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് റൂമിലേക്ക് പോകുന്ന വഴിയായാലും ആംബിയൻസിന് ഒട്ടും മോശമല്ല. ഏത് ഭാഗം എടുത്താലും നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് നല്ല ഓർഗനൈസ് ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ലൈറ്റിങ്ങും ഒക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലൂടെ നീളം കാണാൻ പറ്റും. ഇവിടെ മൊത്തം 3 കാറ്റഗറി റൂംസാണുള്ളത്. ഒന്ന് പ്രീമിയം ടീ ഗാർഡൻ വ്യൂ, പിന്നെ ലക്ഷറി ടീ ഗാർഡൻ വ്യൂ, പിന്നെ ജക്കൂസി റൂം. പ്രീമിയം ടീ ഗാർഡൻ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇവിടുത്തെ താഴത്തെ ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ലക്ഷറി ടീ ഗാർഡൻ വ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ആ റൂം കാറ്റഗറി വരുന്നത്. കൂടാതെ ജക്കൂസി റൂമും ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ കാറ്റഗറിയിൽ കയറുമ്പോൾ ആ റൂമിൻ്റെ ഓരോ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവിടെ നിന്നുള്ള വ്യൂ എന്താണ്, അതിൻ്റെ ഇൻറ്റീരിയർ എന്താണെന്നൊക്കെ കണ്ടുവെക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും സ്ഥിതി ചെയ്യുന്നത്. നല്ല വിശാലമായ ഡൈനിങ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ എത്ര ഗസ്റ്റ് വന്നാലും നമുക്ക് ഒരു തിക്കില്ലാതെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് പോകാനുള്ള സൗകര്യം ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. കൂടാതെ റിസപ്ഷൻ ഏരിയയിലേക്ക് കയറിയപ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് ത്രൂ ഔട്ട് ഈ പ്രോപ്പർട്ടിയിൽ എവിടെ നിന്നാലും കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേച്ചർ ഫീൽ നമുക്ക് നല്ല രീതിക്ക് ഈ പ്രോപ്പർട്ടിയിൽ എവിടെ നിന്നാലും കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഇവിടുത്തെ ഫസ്റ്റ് കാറ്റഗറിയായ ടീ ഗാർഡൻ വ്യൂവിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവെക്കാം. വളരെ നീറ്റായിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റൂമാണ് നമുക്ക് ഇവിടുത്തെ ബേസ് കാറ്റഗറിയായ പ്രീമിയം ടീ ഗാർഡൻ വ്യൂവിൽ കിട്ടുന്നത്. ഈ റൂം ബുക്ക് ചെയ്യാൻ ഒരു ഫാമിലിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 6,300 നോർമൽ റേറ്റ്. അത് നമ്മളുടെ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 5,800 ഇപ്പോൾ നമുക്കിത് ബുക്ക് ചെയ്യാം. അതിഗംഭീര വ്യൂ ഇല്ലെങ്കിലും കൂടെ നമുക്ക് ചെറിയ രീതിയിൽ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു ബാൽക്കണി നമുക്ക് ഈ ഒരു കാറ്റഗറി കിട്ടുന്നുണ്ട്. ഇനി അടുത്ത സെഗ്മെൻ്റായ ലക്ഷറി ടീ ഗാർഡൻ വ്യൂയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിലുള്ള സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ. ആ മുകളിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു കാറ്റഗറി റൂംസ് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബേസ് കാറ്റഗറി റൂംസിനോട് അതേ സാദൃശ്യം നമുക്ക് ഈ ഒരു റൂമിലും ഫീൽ ചെയ്യും. കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നും നമുക്ക് ഈ ഒരു റൂമിൽ ഫീൽ ചെയ്യുന്നില്ല. റേറ്റിൽ മാത്രമായിരിക്കും വ്യത്യാസം. കാരണം ഈ ഒരു റൂം ബുക്ക് ചെയ്യാൻ അഡീഷണൽ 1,000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. താഴത്തെ റൂം നമുക്ക് 5,800 ബുക്കിംഗ് ചാർജ് വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 6,800 വരുന്നത്. പക്ഷേ ഓഫർ ഇല്ലാത്ത സമയത്ത് 7,300 രൂപയാണ് ഈ റൂം ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. അപ്പോൾ 1,000 രൂപയുടെ ഡിഫറൻസ് വരുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ഒരു ചെറിയ രീതിയിലുള്ള മൗണ്ടൻ വ്യൂ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നു. അതായത് ടോപ്പിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് വ്യൂ കുറച്ചും കൂടെ ഒരു ഓപ്പണായിട്ട് കിട്ടുന്നു എന്നുള്ളൊരു ബെനിഫിറ്റാണ് ഈ ഒരു റൂമിനുള്ളത്. പിന്നെ ഇവിടുത്തെ എല്ലാ റൂമിലും ഒരു മിനി ബാർ ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ ഇമ്പോർട്ടഡ് കുറച്ച് ചോക്ലേറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുനിന്നുള്ള സാധനങ്ങൾ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. നല്ല പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള നല്ല നീറ്റായിട്ടുള്ളൊരു വാഷ്റൂമാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാം. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബ്ലൈൻഡ്സ് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീമിയം കാറ്റഗറി റൂംസിലായാലും ഇതേപോലത്തെ വാഷ്റൂം തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ ഇവിടുത്തെ ടോയ്ലറ്ററി കിറ്റിനകത്ത് ആവശ്യത്തിലധികമുള്ള സാധനങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഹെയർ ഡ്രയർ ഫെസിലിറ്റി ആയാലും നമുക്ക് ഈ വാഷ്റൂമിൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത കാറ്റഗറിയായ ജക്കൂസി റൂം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത് നോർമൽ റേറ്റ് 9,300 ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. പക്ഷെ നമുക്ക് ഇത് 8,800 ഇപ്പോഴത്തെ ഓഫർ പ്രൈസിൽ ബുക്ക് ചെയ്യാം.
നേരത്തെ കണ്ട റൂമിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചെറിയൊരു മാറ്റങ്ങളോടുകൂടിയാണ് നമുക്ക് ഈ റൂം കാണാൻ പറ്റുന്നത്. പക്ഷേ ബെഡിൻ്റെ സെക്ഷനിലേക്കൊക്കെ വന്നാൽ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ആ ഒരു ഫാനിൻ്റെ ആ ഒരു ഭംഗിയാണ്. കാരണം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നോക്കിയാലും ഇവിടുത്തെ റൂംസ് നോക്കിയാലും എവിടെ നോക്കിയാലും ഈ ഒരു ഫാനിൻ്റെ യൂണിഫോമിറ്റി എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പൂളിൻ്റെ സൈഡിലേക്കുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. നേരത്തെ കണ്ട രീതിയിലുള്ള ആ ഒരു ടീ ഗാർഡൻ്റെ വ്യൂവും ആ മൗണ്ടൻ വ്യൂ ഒന്നും നമുക്ക് ഈ ഒരു റൂമിൻ്റെ കാറ്റഗറിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ റിവീൽ ചെയ്തിട്ടുള്ള ഈ പ്രൈസ് എല്ലാം നമ്മളുടെ ഇപ്പോഴത്തെ മാർച്ച് മാസത്തിലൊരു ഓഫർ പ്രൈസ് മാത്രമാണ്. ഇനി സീസൺ ടൈമിൽ ഈ റേറ്റ് ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അപ്പോൾ ബുക്കിങ്ങിന് മുമ്പ് അത് കൺഫേം ആക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ജക്കൂസി റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂമിനകത്തൊരു ജക്കൂസി ഇൻബിൽട്ട് ആയിട്ട് കാണാൻ പറ്റും. ഇനി സ്വിമ്മിംഗ് പൂളിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു പൂൾ ഏരിയ നമുക്കിവിടെ കാണാം. കൂടാതെ ഇവിടുത്തെ ആ പൂൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ പൂളിൻ്റെ വെള്ളത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി റിസോർട്ട് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇറങ്ങാനുള്ള സെപ്പറേറ്റ് സെക്ഷനും ഈ പൂളിനോട് ചേർന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്പോട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമുക്കിവിടുത്തെ ഒരു ലൈറ്റ് ആംബിയൻസ് നല്ലൊരു പ്രീമിയം ഫീലാണ് തരുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ഒരു ഈവനിങ് ടൈമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഭംഗിയുള്ള സമയം എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഡിന്നറിൻ്റെ സമയമായപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഐറ്റംസും ചിക്കൻ ഐറ്റംസും ബീഫ് ഐറ്റംസും എല്ലാ ടൈപ്പ് ഓഫ് ക്യൂസീൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ആ ഒരു മെനുവിൽ നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷേ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇവർ ആ ഫുഡിൽ സെർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലൈൻറ്റ് ഇവിടെ കണ്ടെത്താൻ പറ്റില്ല, അതൊരു സത്യാവസ്ഥ തന്നെയാണ്. പിന്നെ രാത്രി ആകുമ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഇവിടുത്തെ ആ ഒരു വൈബ് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മെമ്മറബിൾ മൊമെൻറ്റിലേക്കും നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 8 മണിയോടുകൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സെർവ് ചെയ്യും. അതൊരു ബഫറ്റ് രീതിയിലായിരിക്കും സെർവ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം സൗത്ത് ഇന്ത്യൻ ഡിഷസും എല്ലാം മിക്സ്ഡപ്പ് ആയി നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെനു ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കിട്ടുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാത്തരം ആൾക്കാർക്കും അനുയോജ്യമായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെനു ആണ് നമുക്ക് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൽ ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് മൂന്നാറിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഫെസിലിറ്റീസിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഫീൽ മൂന്നാർ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഭയങ്കരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ലൊരു വാല്യൂ ഫോർ മണി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫീൽ മൂന്നാർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല മെമ്മറീസ് ആയിട്ട് ചെക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഒരു അഷുറൻസ്.